വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഒരു കോണ്ടം വാങ്ങിത്തരുവോ? ആ സാമാനം അങ്ങ് കണ്ടിട്ട് കളാ. വെറുതെ സവിത ഓട് മോളെ. അത് അന്തരാഴി കാണാനായിട്ടും വായിക്കാനായിട്ടും കുറെ മൈലുകൾ. ഞാൻ തുടങ്ങട്ടെ. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ സ്വഭാവം അതാ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നതാ ഞാന്. എന്നിട്ട് എത്ര നിഷ്കളങ്കയായ ഒരു പെണ്ണായിരുന്നറിയാവോ? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആരോടും കൂടുതലും മിണ്ടത്തില്ല. എന്നാ ഞാൻ മിണ്ടിയും ചെയ്യും. ഭയങ്കര കുറുന്താളിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. കണ്ടാലും തോന്നും. എന്നാ ഭയങ്കര ശാലീനയായ. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. നിഷ്കളങ്കയായ. അയ്യോ, ഒരു കോഴിക്കുഞ്ഞിന്റെ ഒരു കിളിക്കുഞ്ഞിനെ പോലെ ഒരു അമ്പോറ്റി ഒരു മോളായിരുന്നു ഞാൻ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. നീയൊക്കെ എന്നെ ഒരു ഉഗ്രരൂപിണിയാക്കി തീർത്തു. ഞാൻ ഭദ്രകാളിയാ. ആയി തീർത്തതല്ല, ഞാൻ സ്വയം അങ്ങ് ആയതാ. എന്നെ പറ്റി നീ ആരാടാ തെണ്ടി ഇവിടെ എഴുതിയിടാനായിട്ട്? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഉടനെ അടുത്ത കമന്റ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. നിന്നെ എടുത്തു കളഞ്ഞു. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. പട്ടി താഴൂല. നിന്റെ അടുത്ത് എപ്പോഴാണെന്ന് അറിയാൻ മുണ്ട് പൊക്കി വന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. മേലെ ഇനി തോന്നുന്ന സന്തേലാഴി വന്ന് ഇവിടെ ഒന്ന് എഴുതിയിടല് കേട്ടോ. ഭീഷണിയാണോ? നീ ഏതാടാ ഇട്ടോടാ? ഉടനെ പറയുന്ന ആകെ വെടിയാകുന്നു. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? നിന്റെ അടുത്ത് ഞാൻ എന്റെ സാമാനം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഉത്തരം പറ. അത് അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഇല്ലല്ലോ. നീ എന്റെ കൂടെ കടന്നിട്ടുണ്ടോ? അന്തയില്ലാത്ത വായില് കാണാത്ത കാഴ്ചകളും അനുഭവപ്പെടാത്ത കാഴ്ചകളും മേലെ വന്നിന്ന് പറയരുത്. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഞാൻ നിന്റെ കൂടെ കിടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് പോകൃത്തരവാ നീ ഇവിടെ വന്ന് എഴുതുന്നു? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? മേലെ വന്ന് തോന്നിയ ദിവസം വന്ന് എഴുതിയിടരുത് കേട്ടല്ലോ. തെമ്മാടി. പേരാണ് വെറുതെ അല്ല മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നത്. തെമ്മാടി. അവിടെ ഒരു മൈരം വന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടു. ഞാൻ തരാം കാശ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരു ദിവസം മുഴുവൻ ആ എഴുതി ആ വെച്ച ആളിനോടൊപ്പം ഒന്നും ഇടാതെ ഒന്ന് കിടന്നു കൊടുത്താ മതി. അയ്യേ, കാമപ്രാന്തൻ. ഒരു മാറ്റമില്ലല്ലോ എന്റെ പൊന്നുമയില്, എനിക്ക് എന്തിന്റെ കടപ്പാ? നമ്മളെ കാണാൻ നല്ല ഗുമ്മുണ്ട്. നിങ്ങളുടെ കൂടെ കിടക്കോ? ഭയങ്കര കടി തന്നെ. എന്നാ പിന്നെ എനിക്ക് ഇവിടെ വന്ന് കിടന്നുകൂടെ? എപ്പോ വേണമെങ്കിലും വന്നോളൂ. പായും തലകണ ഇല്ലെങ്കിൽ നീ ഇവിടെ വന്ന് കിടക്കും മയിലേ. എന്നിട്ട് ഇങ്ങോട്ട് കാശ് വന്നോണ്ടേ ഇരിക്കും. കാശിയാ മുറിയിലേക്ക് കൊണ്ടുവരാ. അത്രയും പൂതിയായിട്ടാ. എന്തോരം പൂതിയാന്നറിയാം. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ദേവി, കുന്ന പൊങ്ങാനുള്ള വല്ല സൂത്രവും കയ്യിലുണ്ടോ? അല്ല സിപ്പന്ന, നമുക്ക് ഈ ബേപ്പൂരിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ടു പൊക്കിക്കൊണ്ട് പോയാലോ? ചുമ്മാ എന്റെ പൊന്നു പൊന്നെ, എന്താ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കരുത്. നമുക്കൊരു ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ഈ ആനയൊക്കെ സംഭവം അതേ നടക്കും. അതിനെപ്പോഴാണോ പൊങ്ങണമെന്ന് താല്പര്യമുള്ളത് അന്നേരം അത് പൊങ്ങും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? നീ ഇങ്ങനെ പൊങ്ങത്തിൽ നിന്ന് പെൺപിള്ളേരുടെ അടുത്ത് നിന്നെന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ എന്നെ വീണ്ടും ഡൗൺ ആക്കല്ലേ. നിങ്ങൾ ഇവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അണ്ടിപ്പരിപ്പ്,
ഈന്തപ്പഴം അതൊക്കെ നന്നായിട്ട് കഴിക്കണം. ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. എന്ത് പോയ കാര്യം എന്തായിരുന്നു? നാഗം എനിക്ക് 2 അണ്ടിയുണ്ട്. ആ അത് നല്ല കാര്യം മോനെ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഒരെണ്ണം തളർന്ന് കിടക്കുമ്പോ വേറെ ഒരെണ്ണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതെ, എനിക്ക് അരയ്ക്ക് ചുറ്റും അണ്ടിയുണ്ട്. ഞാൻ കാണുമ്പോഴേ ഇച്ചിരി ഉണ്ടായിരുന്നോളൂ. അതൊക്കെ ഇപ്പൊ വലുതായി. നല്ലതാ മോനെ. നീ വെളിയിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. എങ്ങനെ നടക്കുന്നതാ നീ? അതൊക്കെ ഒരു നേക്കടേ. അണ്ടി ഇല്ലാത്തവര് കാണുവാണെങ്കിൽ നീനെ പിടിച്ചോണ്ട് പോകും. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയനെ. മോനോട് എത്ര കാലം കാണും? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ